ഞാനൊരു ഇൻസിഡന്റ് തരാം. ആ ഇൻസിഡന്റ് നിങ്ങളൊന്ന് അഭിനയിച്ച് ഫലിപ്പിച്ച് കാണിക്കണം. ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരുടെ തലക്കെട്ടുള്ള അടിയായിരിക്കണം അത്. ഓക്കെ? ആ, വളരെ സിമ്പിൾ ഒരു സാധനമാണ്. നിങ്ങൾ രണ്ട് കമിതാക്കളാണ്. കമിതാക്കൾ മീൻസ് പ്രണയിനിയും പ്രണയിതനുമാണ്. കുറേ നാളത്തെ പ്രണയമാണ്, കുറേ നാളായിട്ട് നീണ്ടിരിക്കുന്ന പ്രണയമാണ്. ഇപ്പൊ നിലവിൽ വീട്ടിൽ പ്രണയം പിടിച്ചിരിക്കുക. ആകെ പ്രശ്നമാണ്. അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. ചേച്ചിനെ അടച്ചിട്ടിരിക്കുക വീട്ടില്. ഓക്കെ, ആകെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ഫോൺ വിളിക്കുക. അവിടെ തൊട്ടാണ് കഥ തുടങ്ങേണ്ടത്. ഫോൺ വിളിക്കുന്നു, പിന്നെ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു, നേരിട്ട് കാണുന്നു. ആ ഫോൺ വിളിക്കുന്നവിടെ തൊട്ട് കഥ തുടങ്ങാം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇംപ്രവൈസ് ചെയ്യാം. ഓക്കെ? ആ, അതിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ എൻട്രി ഒക്കെ ചെയ്യും. തുടങ്ങിക്കോ. ഫോൺ വിളിക്കണ്ടേ? തകർക്കണം, തമാശ തകർക്കണം. ഫോൺ വിളിക്കുന്നതിൽ അഭിനയിച്ചു തുടങ്ങിക്കോ. എവിടെയാട്ടോ മോളെ? കമിതാക്കാണ് അത് ഓർത്തോണം. അല്ല, വീട്ടിൽ പിടിച്ചിട്ട് നിൽക്കുക. വീട്ടിൽ പിടിച്ച് പ്രശ്നമായി. പക്ഷെ അർജന്റ് ആയിട്ടൊന്ന് കണ്ടേ പറ്റും. ഒരു മാസമായിട്ട് ചേച്ചിനെ ഇടിച്ച് ചുരുട്ടി വീട്ടിന്റെ അങ്ങേ കോരനായിൽ ഇട്ടിരിക്കുക. അതാണ് സംഭവം. ഹലോ ഹലോ, എവിടെയാ? എടാ ഞാൻ വീട്ടിലാടാ. എന്തുണ്ട് വിശേഷം? എടാ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോ? അമ്മ ഇപ്പൊ ഫോൺ പോലും തരുന്നില്ല. ആണോ? ഞാൻ കട്ടെടുത്തതാ ഫോൺ. കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ അവിടെ? എനിക്ക് നിന്നെ കാണണം. എനിക്കും കാണണമെന്നുണ്ട്, പക്ഷെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ? ഇല്ലടാ, എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ. എത്ര നാളായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ എന്തും കാണാൻ സ്ഥലമില്ലേ, ആ സ്കൂളിൻ്റെ അവിടെ വരിക. ഞാനൊരു ഫ്രണ്ടായിട്ട് വരാം. ആരാടാ? ജിബിനാണോ? അല്ല അല്ല, പിന്നെ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടായിട്ട് വരാം. ജിബി ഇവിടെ ഇല്ല. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കാണാം. അവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ എല്ലാ കാര്യം അറിയാവുന്നതല്ലേ. കുഴപ്പമില്ല. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ വന്നിട്ട് എല്ലാം ഓൾറെഡി ഇവിടെ വീട്ടിൽ പറഞ്ഞു. നമുക്ക് സംസാരിച്ചിട്ട് റെഡിയാക്കാം. അമ്മ പുറത്ത് പോയപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് വിളിക്കുന്നത്. ആണോ? വെക്കോ കേട്ടോ, കാണാട്ടോ. ഓക്കെ, ബൈ. അതിനുശേഷം നിങ്ങൾ മറൈൻ ഡ്രൈവിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഓക്കെ, അവിടെ നിന്നിട്ടുള്ളത്. എന്നാ മറൈൻ ഡ്രൈവ് വേണ്ട, നമുക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തടത്തേ കാണുള്ളല്ലേ. അത്ര ശരിയല്ലല്ലോ അത്. അതത്ര ശരിയായിട്ടുള്ള നിലപാടല്ലോ. ഞങ്ങള് സ്ഥിരം കാണുന്ന സ്കൂളിന്റെ പുറകിൽ സ്കൂളിന്റെ പുറകിൽ അവിടെ ചെണ്ടാ. അപ്പോ നിങ്ങൾ രണ്ടുപേരും സ്കൂളില് നിങ്ങളുടെ ആ ഇന്റിമസിയും പ്രണയവും കുറെ നാളായിട്ടുള്ള കാണാത്തതിന്റെ ആ ഒരു തെണ്ണമൊക്കെ ഒന്ന് വെളിയിലേക്ക് വരണം. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട്, ആക്ഷൻ. കുറെ നേരം വന്നിട്ട് ചേച്ചി തുടങ്ങിക്കൊടി. ചേച്ചി അങ്ങോട്ട് തുടങ്ങിക്കൊടി. ഇനിഷ്യേറ്റീവ് ചേച്ചി അങ്ങോട്ട് തുടങ്ങിക്കൊടി.